അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസാണ്. ഇനി ഇതിലെ പ്രോബ്ലം സാധ്യതകളാണ് ഇവിടെ പറയുന്നത്, പ്രോബ്ലം റിലേറ്റഡ് ടോപ്പിക്സ്. ഫസ്റ്റ് വൺ പറയുന്നത് ഹോൾഡിംഗ് ഓഫ് ബില്ലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോൾഡിംഗ് ബില്ല് പോയി ലൈറ്റ് ഉണ്ട് അതിൽ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി തരുന്നുണ്ടോ. ഹോൾഡിംഗ് ഓഫ് ബില്ല് എന്നാ പറയാം. ഞാൻ പറയട്ടെ, ബില്ല് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇതിന് മുൻപ് ഞാൻ രണ്ടാമത്തെ പറഞ്ഞിട്ട് ഒന്ന് പറയാം. രണ്ടാമത്തെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലാണ്. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ എക്സാമ്പിളിൽ ഇന്നലെ നമ്മൾ എക്സാമ്പിൾ എടുത്താരാണ്? കുട്ടപ്പനും സുന്ദരി അല്ലേ? കുട്ടപ്പൻ സെല്ലറാണ്, സുന്ദരി ആരാണ്? ബയ്യറാണ്. സെയിൽ ചെയ്തിട്ട് കുട്ടപ്പൻ ബില്ലുണ്ടാക്കും. അപ്പോൾ ഡ്രോവർ ആരാണ്? കുട്ടപ്പനാണ്. അത് ആർക്ക് സെൻഡ് ചെയ്യും? സുന്ദരിക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അത് ആരാണ്? ഡ്രോവിയാണ്. തിരിച്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് തിരിച്ചാരുടെ കയ്യിൽ അപ്പോൾ ബില്ലുള്ളത്? കുട്ടപ്പൻ്റെ കയ്യിൽ. അപ്പോൾ 2 മാസം കഴിഞ്ഞാണ് സുന്ദരി ആർക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്? കുട്ടപ്പന് തരാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ കുട്ടപ്പനൊരു പ്ലാൻ, ഒരു പണിയാണ്. എന്താ വെച്ചാൽ ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് പൈസ എന്ത് ചെയ്യാൻ? മേടിക്കാം. അപ്പോൾ ബില്ല് ആരുടെ കയ്യിലാണ്? ബാങ്കിൻ്റെ കയ്യിൽ. അപ്പോൾ എന്താ കുട്ടപ്പൻ എന്താ ഗുണം? 2 മാസം കഴിഞ്ഞ് കിട്ടേണ്ട എമൗണ്ട് ഇപ്പം തന്നെ കിട്ടും. പക്ഷേ ബാങ്കിനൊരു ചെറിയ എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് കൊടുക്കേണ്ടി വരും. എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? ഈ ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസാണ് ആർക്ക്? കുട്ടപ്പന്. ബാങ്കിന് അതെന്താണ്? ഒരു ഇൻകമാണ്. അപ്പോൾ 1000 രൂപയുടെ ബില്ലിന് ചിലപ്പോൾ 950 കിട്ടുള്ളൂ. 50 രൂപ ആര് ചാർജ് ഈടാക്കും? ബാങ്ക് ഈടാക്കും. കുഴപ്പമുണ്ടാവും? എന്ത് കുഴപ്പമുണ്ടാവരുത്. കാരണം നേരത്തെ എമൗണ്ട് കിട്ടില്ലേ കുറച്ച്. ബാങ്കിന് എന്തെങ്കിലും വേണ്ടേ? എന്നിട്ട് സുന്ദരനെ വിളിച്ച് പറയും, ഞാൻ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇനി എങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി? ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഓക്കെ അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി. ഇനി ആരാർക്ക് പൈസ കൊടുത്തോളൂ? സുന്ദരി ബാങ്കിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ചെയ്യാതെ കയ്യിൽ തന്നെ വെച്ചാൽ അതിന് നമ്മളെന്ത് പറയും? ഹോൾഡിംഗ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹോൾഡിംഗ് പഠിച്ച് പിന്നെ ഇത് പഠിച്ച് ഡിസ്കൗണ്ട്. അടുത്ത എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല് പറഞ്ഞ് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. കുട്ടപ്പൻ കോയയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോയക്ക് പൈസ ആര് കൊടുക്കണം? കുട്ടപ്പൻ കൊടുക്കണം. കുട്ടപ്പൻ്റെ ക്രെഡിറ്ററാണ് ആര്? കോയ. അപ്പോൾ കോയക്ക് വേണമെങ്കിലേ കുട്ടപ്പന് ഇങ്ങനൊരു പണിയാണ്. സുന്ദരിയിൽ നിന്ന് കിട്ടിയ ആ ബില്ലില്ലേ, അത് ആർക്ക് കൈമാറാം? കോയക്ക്. എന്നിട്ട് കോയയോട് പറയാം, സുന്ദരി എന്ന് എനിക്ക് പൈസ തരാനുള്ള ഒരു ഡെപ്റ്റർ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ 2 മാസം കഴിഞ്ഞ് പൈസ തരുമ്പോൾ ആർക്ക് തരും? കോയക്ക് തരും എന്ന് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്യാം. ഇതിനാണ് പറയുന്നത് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. എന്താ പറയുക? എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ അല്ലേ? ബാങ്കിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ചെയ്യുക. മറ്റേ ആളെ ക്രെഡിറ്റർക്ക് കൊടുത്താൽ എന്ത് ചെയ്യുക? എൻഡോസ് ചെയ്യുക. അടുത്ത ബിൽ സെൻഡ് ഫോർ കളക്ഷൻ പറഞ്ഞ മറ്റൊരു ഉപാധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടപ്പന് കുറേ ബില്ലുകൾ കിട്ടി. 100 ബില്ല് കിട്ടി. 100 ബില്ല് കിട്ടണം എന്ന് പറഞ്ഞാൽ 100 പേർക്ക് എന്ത് ചെയ്ത്? സെയിൽ ചെയ്തിട്ട് ബില്ല് ഡ്രോ ചെയ്തിട്ട് അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ബിൽസ് റിസീവബിൾ എത്ര ഉണ്ട്? 100 ഉണ്ട്. ഈ 100 കൂടെ കളക്ട് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് അല്ലേ? അപ്പോൾ ബാങ്കിനെ ഏൽപ്പിക്കാം. ആർക്ക്? കുട്ടപ്പന്. ഓക്കെ അല്ലേ? ഫുൾ ബില്ല് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? ഇതിനെ പറഞ്ഞാണ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. എന്താ പറയുക? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. കുഴപ്പമില്ല. ഇപ്പോൾ ബില്ലൊക്കെ പോയിട്ടോ. ഈ ബില്ലൊക്കെ സെൻഡ് ചെയ്താൽ ബിൽസ് റിസീവബിളിന് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ നിലവിൽ ഡെബിറ്റ് ബാലൻസ് അല്ലേ? സെൻഡ് ചെയ്താൽ ഇവിടുന്ന് പോവും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അസറ്റ് കുറയും. പക്ഷെ മറ്റൊരു അസറ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, എൻട്രികൾ പിന്നെ പറയാം. ആ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ മനസ്സിലായില്ലേ? അടുത്ത നോട്ടിങ് ചാർജ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബില്ല് ഡിസോണർ ആവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മെച്യൂരിറ്റി ഡേറ്റിൽ ആര് പേയ്മെൻറ്റ് നടത്താതിരിക്കുന്നു? ഡ്രോവി പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അപ്പോൾ ഈ ബില്ല് കൈവശം ആരുടെ കയ്യിലുണ്ടാവുക? ഡ്രോവറല്ലേ? അല്ലേ? ആ ഡ്രോവറെ കയ്യിലാണ്. എങ്ങനെയാണെങ്കിൽ
ഡിസ്കൗണ്ട് ചെയ്യാത്ത ബില്ലാണെങ്കിൽ, ഡിസ്കൗണ്ട് ചെയ്ത് ആരുടെ കയ്യിലുണ്ടാവുക? ബാങ്കിലാണ്. എൻഡോസ് ചെയ്ത് ആരുടെ കയ്യിലുണ്ടാവുക? ക്രെഡിറ്റർ. അയാളെ എൻഡോസി എന്ന് പറയും. എന്താ പറയും? എൻഡോസി. അപ്പോൾ എൻഡോസർ ആരാ? അല്ല, കോയാണ് എൻഡോസി. എൻഡോസർ ആരാ? കുട്ടപ്പൻ. കുട്ടപ്പൻ ഡ്രോവറാണ്. ആരുമാണ്? എൻഡോസറാണ്. എൻഡോസി ആരാ? കോയ. അപ്പോൾ എൻഡോസ് ചെയ്യാത്ത ബില്ലാണെങ്കിൽ ആരുടെ കയ്യിലുണ്ടാവും? കുട്ടപ്പൻ്റെ കയ്യിലുണ്ടാവും. ഡിസ്കൗണ്ട് ചെയ്യാത്ത ബില്ലാണെങ്കിൽ ആരുടെ കയ്യിലുണ്ടാവും? അങ്ങനെ കുട്ടപ്പൻ്റെ കയ്യിൽ മാത്രമായിട്ട് ഹോൾഡ് ചെയ്തതിനാണ് നമ്മളെന്ത് പറയുക? ഫസ്റ്റ് ഹോൾഡിങ് എന്ന് പറയാം. അപ്പോൾ ഏത് ആരുടെ കയ്യിലായിക്കോട്ടെ, ഈ ബില്ലിൻ്റെ 2 മാസത്തെ കാലാവധി കഴിഞ്ഞ്, ഇപ്പോൾ 4/4/2025 ആ ഡേറ്റ് അന്ന് എത്തിയിട്ട് ഡിസോണർ ആയാൽ, അപ്പോൾ ആ ബില്ല് ആരെടുത്ത് കൊടുക്കണം? ഒരു നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ആരെത്താ? നോട്ടറി പബ്ലിക്. ആരാ നോട്ടറി പബ്ലിക്? കേട്ടിട്ടുണ്ടോ? അഡ്വക്കേറ്റ്, നോട്ടറി, വക്കീൽ കേട്ടില്ല? അഫിഡവിറ്റൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ആവശ്യാർത്ഥമോ മറ്റു പല ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഫിഡവിറ്റ്, സാക്ഷ്യപത്രം തയ്യാറാക്കേണ്ടി വരും. അതാരാ ചെയ്യുക? അഡ്വക്കേറ്റ്, നോട്ടറി അഡ്വക്കേറ്റ്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഈ ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോണർ ആയിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യണം. ഒന്നുമില്ല, അയാൾ എന്ത് ചെയ്യണം? ഒരു സൈൻ ഇട്ട് വിടണം, ഇത് നോട്ട് ചെയ്ത് ഇത് ഡിസോണർ ആയിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും, ഒരു 10-100 രൂപ. ഓക്കെ അല്ലേ? യെസ്. അതിന് നോട്ടിങ് ചാർജ് എന്ന് പറയാം. എന്താ പറയുക? നോട്ടിങ് ചാർജ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അപ്പോൾ നോട്ടിങ് ചാർജ് ക്ലിയർ അല്ലേ? 5ാമത്തെ നോട്ടിങ് ചാർജ്. എപ്പോഴാണ് നോട്ടിങ് ചാർജ് വരെ? ബില്ല് ഡിസോണർ ആയി. അപ്പോൾ എല്ലാ ക്വസ്റ്റിലും അങ്ങനെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ക്വസ്റ്റിൽ നമ്മൾ ഡിസോണർ ആയാൽ അതിൻ്റെ ഇൻഫർമേഷൻ തരണം. തന്നാൽ നമ്മൾ നോട്ടിങ് ചാർജിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നോട്ടിങ് ചാർജ് ആരുടെ ഉത്തരവാദിത്തം? ഡ്രോവറുടെ ആണോ ഡ്രോവിയുടെ ആണോ? ഡ്രോവിയുടെയാണ് ഉത്തരവാദിത്തം. മനസ്സിലായില്ല? 1000 രൂപയുടെ ബില്ല് ഡിസോണർ ആയാൽ ആരുടെ ഉത്തരവാദിയാണ്? ഡ്രോവി അല്ലേ? നമ്മുടെ എക്സാമ്പിൾ ആരാ? സുന്ദരി അല്ലേ? അപ്പോൾ സുന്ദരിയുടെ അടുത്താണ് എന്ത് ചെയ്യുക? 100 രൂപ എക്സ്ട്രാ വരിക. ഓക്കെയാണ്. പക്ഷെ ആരുടെ കയ്യിലാണ് ബില്ല് ഉള്ളത്? അപ്പോൾ ഡ്രോവറാണ് എന്ത് ചെയ്യേണ്ടി വരിക? പേ ചെയ്യേണ്ടി വരിക. ഈ നോട്ടിങ് ചാർജ് മീറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഡ്രോവറാണ്. പക്ഷെ ആരിൽ നിന്ന് പിന്നെ കളക്ട് ചെയ്യുന്നു മനസ്സിലാക്കണം. അപ്പോൾ ഈ നോട്ടിങ് ചാർജ് ഒരു എക്സ്പെൻസ് ആണ്. ആർക്ക്? ഡ്രോവിക്ക്. ഡ്രോവർക്ക് അതൊരു എക്സ്പെൻസ് അല്ല. ഓക്കെ അല്ലേ? ഡ്രോവർ ആർക്ക് വേണ്ടി കൊടുക്കും? ഡ്രോവിക്ക് വേണ്ടിയിട്ട് നോട്ടിങ് ചാർജ് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ആരെയും നിന്ന് കളക്ട് ചെയ്യും? ഡ്രോവിയുടെ. അപ്പോൾ നോട്ടിങ് ചാർജ് ഈസ് ആൻ എക്സ്പെൻസ് ടു ഡ്രോവി. അതിന് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും പറയണ്ട. നല്ല രസമുള്ളൊരു സാധനം. അടുത്ത റിന്യൂവൽ ഓഫ് ബില്ലാണ്. സുന്ദരിക്ക് തോന്നിയത് 1 മാസം കഴിഞ്ഞു, എന്തായാലും അടുത്തൊരു മാസം കൂടി ഉള്ളൂ, 2 മാസത്തെ ബില്ലല്ലേ, 1 മാസം കഴിഞ്ഞ് ഇനി എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല പൈസ കൊടുക്കാൻ, സീന. അങ്ങനെ ഫീൽ ചെയ്താൽ വേണമെങ്കിൽ സുന്ദരിക്ക് ആരെ വിളിക്കാം? കുട്ടപ്പനെ വിളിക്കാം. എന്നിട്ട് പറയും, കുട്ടപ്പ ആ ബില്ലൊരു 1 മാസമല്ല ഇനിയുള്ളത്, ഒരു 2 മാസം കൂടി കൂടുതൽ എന്ത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ അതാണ് റിന്യൂവൽ ഓഫ് ഏതാണ് ബിൽ. ഒന്നില്ല എപ്പോഴും അതിനാണ് റിന്യൂവൽ ഓഫ് ബിൽ. അപ്പോൾ റിന്യൂവൽ മനസ്സിലായ മെച്യൂരിറ്റി ഡേറ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക? പുതുക്കുക. അതാണ് എന്ത് റിന്യൂവൽ ഓഫ് ബിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതേപോലെ നേരെ മറിച്ചൊരു ഓപ്ഷൻ ഉണ്ട്, റിട്ടയറിങ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല് എന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. ഏതാണ്? റിട്ടയറിങ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല്. അതെന്താണെന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് എന്ത് ചെയ്യുക? നീ പഠിച്ചിട്ടുണ്ടത് മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ആയിക്കൂടെ? ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. സുന്ദരിക്ക് തോന്നുകയാണ് എൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഇപ്പോൾ കയ്യിൽ, 2 മാസം കാത്തിക്കണ്ടല്ലോ, ഇപ്പം തന്നെ പേയ്മെൻറ്റ് അടച്ചൂടെ? അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കണം? കുട്ടപ്പൻ. അതിന് റിബേറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? റിബേറ്റ് ഒരു എക്സ്പെൻസാണ്. ആർക്ക്? കുട്ടപ്പന് അല്ലേ? പക്ഷേ ആർക്ക് ഇൻകാണ്? ഓക്കെ അല്ലേ? കുഴപ്പമില്ല, കുട്ടപ്പനെ എക്സ്പെൻസ് കൊടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കൂലേ? ആ ഡിസ്കൗണ്ട് അലൗഡ് പറയുമ്പോൾ നോർമലി സെയിൽ ചെയ്തിട്ടല്ലേ വരാറ്. അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട്, ബട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിബേറ്റ് എന്ന് പറയും. ഓക്കെ. അടുത്ത 8ാമതൊരു സാധനമാണ് ഇൻസോൾവൻസി ഓഫ് അസെറ്റ്.
ആരും പൈസ ഇല്ലാതായി ഡ്രോയുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? ബാഡപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. എന്തായിട്ട്? ബാഡപ്റ്റ്. ലാസ്റ്റ് 9ാമത്തെ ഒരു സാധനം ഉണ്ട്, അക്കോമഡേഷൻ ബിൽ എന്നാണ് പറയാം. എന്താ പറയുക? അക്കോമഡേഷൻ ബിൽ. മോനെ എന്താ പറയുക? അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബിൽ എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ ട്രാൻസാക്ഷൻ ഇല്ല. ഓക്കെ അല്ലേ? ഈ എക്സാമ്പിൾ തന്നെ കുട്ടപ്പിന് കുറച്ച് പൈസ വേണം. ഓക്കെ, അപ്പോൾ സുന്ദരി ഫ്രണ്ടാണല്ലോ, ഇവർ തമ്മിൽ ട്രാൻസാക്ഷനൊന്നും നടക്കുന്നു ചേട്ടാ. കുട്ടപ്പന് ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, സുന്ദരി വേറെ ബിസിനസ് നടത്തുന്നുണ്ട് വിചാരിക്കും. കുട്ടപ്പന് ഒരു 20,000 രൂപ പൈസ വേണം. അപ്പോൾ കുട്ടപ്പൻ ഇങ്ങനെ ആലോചിച്ച് വിചാരിച്ചൊരു പണിയാണ്. കുട്ടപ്പ വെറുതെ ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോ ചെയ്ത്. ആരെ ബില്ല്? സുന്ദരിയുടെ ബില്ല്. എന്നിട്ട് സുന്ദരി വിളിച്ച് പറഞ്ഞ് ഞാൻ ബില്ല് അയച്ചായിട്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് തരണം പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഒരു 16 രൂപയുടെ ബില്ല് എന്ത് ചെയ്ത് നേരെ കൊണ്ടുപോയി. അപ്പോൾ ജെന്യുവൻ ട്രാൻസാക്ഷൻ ഇല്ല കേട്ടോ. അങ്ങനെ കുട്ടപ്പൻ സുന്ദരിക്ക് അയച്ചു കൊടുത്തു. സുന്ദരി എന്ത് ചെയ്ത്? അക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്ത്? സൈൻ ചെയ്ത് തിരിച്ചത്. ഓക്കെ, ഇപ്പോൾ കുട്ടപ്പൻ്റെ കയ്യിലൊരു ബില്ലില്ലേ, ആ ബില്ല് നേരെ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്ത്? ഡിസ്കൗണ്ട് ചെയ്ത് 16 രൂപ കിട്ടിയില്ലേ. അപ്പോൾ സുന്ദരി പറഞ്ഞു എനിക്കൊരു 5,000 രൂപ വേണം പറഞ്ഞു. ഒരു 5,000 ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം? സുന്ദരിക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം? അക്കോമഡേഷൻ ബില്ല്. അപ്പോൾ റിയൽ ജെന്യുവിൻ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇല്ലാതെ വരുന്നതാണ്. ഇത് ഇല്ലീഗലാണോ? ലീഗൽ തന്നെ. ഓക്കെ അല്ലേ? ഇല്ലീഗലൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ഏതാവും പഠിക്കുന്നുണ്ടാവുക? ഹോൾഡിംഗ് ഓഫ് ബില്ലാണ്. എഴുതിക്കോളൂ നോട്ടിൽ. ഹോൾഡിംഗ് ഓഫ് ബിൽ. ഹോൾഡിംഗ് ഓഫ് ബിൽ. ഹോൾഡിംഗ് ഓഫ് ബിൽ. എന്താണ് അതിൻ്റെ മീനിങ്? ഞാൻ വായിക്കുന്നുണ്ട്. വെൻ ഡ്രോവർ ഹോൾഡ് ദ ബിൽ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ടു അനദർ പേഴ്സൺ. ഡ്രോവർ മറ്റൊരാൾക്കും ട്രാൻസ്ഫർ ചെയ്യാതെ ഈ ബില്ല് സ്വന്തം കൈവശം വെച്ചാൽ, അപ്പോൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയായിരുന്നു? ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എൻഡോസ് ചെയ്യാം. ഇങ്ങനെ 2 സാധ്യതകളുള്ളത്. ഇത് ചെയ്തിട്ടില്ല. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഹോൾഡിംഗ് ബിൽ. കേസ് ഇവിടെ 2 കേസ് വരുന്നു. ഒന്ന് ഹോണേഡ് ആവാം, മറ്റൊന്ന് ഏതാവും? ഡിസോണേഡ് ആവാം. ഹോണേഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ബിൽ ഈസ് പെയ്ഡ് ഓൺ ദി ഡ്യൂ ഡേറ്റ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഹോണേഡ്. ഫെയിൽ ടു പേ ദ ബിൽ ഓൺ ദ ഡ്യൂ ഡേറ്റ് കോൾഡ് ഡിസോണർ ഓഫ് ബിൽ. അത്രേ ഉള്ളൂ. നമുക്കിനി DP ഏത് ചെയ്യാം? 2 ചെയ്യാം. ഓക്കെ അല്ലേ? DP 2 പറയണേ. അതിനൊരു പ്രൂഫ് കിട്ടും. അതിൻ്റെ ഒരു വാലിഡിറ്റി വേണം. ഞാൻ പറഞ്ഞില്ല ആ ഡേറ്റിൽ അത് അവസാനിച്ചെന്നുള്ളത്. അപ്പോൾ ഒരു ലീഗൽ പ്രൊസീഡിങ് ആണത്. അല്ല, ഇനി ലീഗലി മൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഡിസോണർ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് എന്ത്? ഒരാളുടെ ഇൻവോൾവ്മെൻ്റ്. ഇനി അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അടുത്ത അപ്പോൾ ഇവിടെ മിസ്റ്റർ ബുക്കും പിന്നെയാണ് പെന്നുമാണ് ഒരു എക്സാമ്പിളുള്ളത്. ഓക്കെ അല്ലേ? ബുക്ക് ആർക്ക് സെയിൽ ചെയ്യുന്നു? പെന്നിന്. അപ്പോൾ 1-2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബുക്ക് സോൾഡ് ടു പെൻ. ഹിൻ്റ് എഴുതിയാൽ മതി. ബുക്ക് സോൾഡ് ടു പെൻ ₹30,000. ഡേറ്റ് 1st January 2019. 1st January 2019 എഴുതിയില്ല. പീരീഡ് 2 months. 2 മാസത്തെ ബില്ല. അങ്ങനെ ബില്ല് ആര് ഡ്രോ ചെയ്ത്? ബുക്ക് ഡ്രോ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്ത്? ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. ഒക്കെ അവിടെ ഉണ്ട്. ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഇഫ് ബിൽ വാസ് ഹോണേഡ് ആണെങ്കിലും പിന്നെയാണ് ഡിസോണേഡ് ആണെങ്കിലും. ഓക്കെ അല്ലേ? എഴുതിക്കൂടെ? പ്രശ്നം ചെല്ലോ. എന്തൊക്കെ എൻട്രി പറഞ്ഞേ? ആദ്യം സെയിൽ ചെയ്യുന്നു. ആര് സെയിൽ ചെയ്യുന്നു?
ബുക്ക് പെന്നിന് സെയിൽ. എൻട്രി എന്താ? പെൻ അക്കൗണ്ട് അപ് ടു സെയിൽസ്. പിന്നെ ബില്ല് എന്ത് ചെയ്യുന്നു? ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആരെ മാത്രം പറഞ്ഞു പോവാം? ബുക്കിൻ്റെ എൻട്രി പറഞ്ഞു പോവാം. എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു പെൻ. പിന്നെ പൈസ കിട്ടുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ പെൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ഡ്രോ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. അപ്പുറത്ത് എങ്ങനെ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ബുക്ക്, പിന്നെ ബുക്ക് അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ, പിന്നെ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്, അല്ലെങ്കിൽ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ബുക്ക്. സിമ്പിളല്ലേ? ചെയ്തോളൂ. ഒരു ഡ്രോവർ എവിടെ? ഡ്രോ ഓൺ മെച്യൂർഡ് ഓൺ എമൗണ്ട് ഓഫ് ബി. ഡ്രോ ചെയ്ത് 1/1/2019 മെച്യൂരിറ്റി വരെ സ്വാഭാവികമായിട്ട് എത്രയാവും? 4/3/2019 ഓക്കെ. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ പെൻ അക്കൗണ്ട് അപ് ടു സെയിൽസ്, അപ്പുറത്ത് പർച്ചേസ് അക്കൗണ്ട് അപ് ടു ബുക്ക്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു പെന്ന്, ബുക്സ് അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ. ഹോണർ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു റിസീവബിൾ, മറ്റേത് ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഡിസോണർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി ഓഫ് ബില്ല് ഡ്രോ ചെയ്ത്. എന്താ? ഇവിടെ ബിൽസ് റിസീവബിൾ ടു പെൻ ആണെങ്കിൽ ഇവിടെ പെൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ, ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ബുക്സ്. ദാറ്റ്സ് ഓൾ.